നമസ്കാരം. ക്ഷേത്രവിശേഷങ്ങളിൽ ഇന്ന് നമ്മൾ മണ്ണാർശാല നാഗരാജ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മണ്ണാർശാല നാഗരാജ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും പുരാതനവുമായ നാഗക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ക്ഷേത്രങ്ങളെപ്പോലെ വലിയ കെട്ടിടങ്ങൾ ഇവിടെ കാണില്ല. പകരം കാടിനുള്ളിൽ സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു വിശുദ്ധ പ്രദേശമാണ് മണ്ണാർശാല. കേരളത്തിൽ സ്ത്രീകൾ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രമെന്ന വിശേഷണം മണ്ണാർശാലയെ ലോകപ്രസിദ്ധമാക്കുന്നു. മണ്ണാർശാലയിലേക്കുള്ള നടപ്പാതയ്ക്ക് ഇരുവശവും മരങ്ങൾക്ക് താഴെയുമായി 30,000-ഓളം നാഗപ്രതിമകളുണ്ട്. ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഏക നാഗക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ശിവസർപ്പമായ വാസുകിയും നാഗമാതാവുമാണ് പ്രധാന പ്രതിഷ്ഠ. നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് മറ്റ് പ്രതിഷ്ഠകൾ. ഇല്ലത്തെ നിലവറയിൽ മഹാവിഷ്ണുവിൻ്റെ ശയമായ ആദിശേഷനും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി, ദുർഗ, ഭദ്രകാളി, പരമശിവൻ, അയ്യപ്പൻ എന്ന ഉപദേവതകളും കുടികൊള്ളുന്നു. ഐതിഹ്യപ്രകാരം കേരളഭൂമി പരശുരാമൻ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിയതിനു ശേഷം ബ്രാഹ്മണർക്ക് ദാനം നൽകി മഹേന്ദ്രപർവ്വതത്തിൽ ധ്യാനം ചെയ്യുവാനായി പോവുകയും ഭൂമി ദാനമായി ലഭിച്ച ബ്രാഹ്മണരാവട്ടെ അവിടെ കൃഷി ചെയ്യുവാൻ മുതിർന്നപ്പോൾ മണ്ണിൽ ഉപ്പുരസമുള്ളതായി കണ്ടെത്തുകയും ഈ വിവരം പരശുരാമനെ അറിയിക്കുകയും ചെയ്തു. ബ്രാഹ്മണരുടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി പരശുരാമൻ തൻ്റെ ഗുരുനാഥനായ മഹാദേവനെ സമീപിക്കുകയും ഉപ്പുരസം മാറുവാൻ സർപ്പവിഷമാണ് നല്ലത് എന്ന ഉപദേശം നേടുകയും ചെയ്തു. മഹാദേവന്റെ ഉപദേശപ്രകാരം പരശുരാമൻ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി തപസ്സു ചെയ്തു. തൻ്റെ പ്രിയഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ നാഗരാജാവ് പ്രത്യക്ഷപ്പെടുകയും വരം നൽകുകയും ചെയ്തു. പരശുരാമന്റെ ആഗ്രഹപ്രകാരം നാഗരാജാവ് ഈ മണ്ണിൽ കുടികൊള്ളുകയും ചെയ്യുകയാണുണ്ടായത്. അങ്ങനെ നാഗരാജാവിന് കുടികൊള്ളുവാൻ വേണ്ടി പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. മണ്ണാർശാല എന്ന നാമത്തിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഇന്ദ്രപ്രസ്ഥം പണിയുന്നതിനായി അർജുനൻ ഗാണ്ഡവവനം തീയിടുകയും ആ തീ കിഴക്കോട്ട് പടർന്നു പിടിക്കുകയും ചെയ്തു. പടർന്നു പിടിച്ച തീ പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്ര പരിസരത്തിനടുത്തുവരെ എത്തി. ഇതുകണ്ട് കാവും പരിസരവും നിലനിന്നിരുന്ന ഇല്ലത്തെ സ്ത്രീകൾ സർപ്പങ്ങളുടെ രക്ഷയ്ക്കായി അടുത്തുള്ള കുളത്തിൽ നിന്നും വെള്ളം കോരി ഒഴിക്കുകയും തീ കെടുത്തുകയും ചെയ്തു. എന്നിട്ടും തീയുടെ ചൂട് അവിടെ തന്നെ നിലനിന്നു. ആ ചൂടിനാൽ സർപ്പങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് ആ ഇല്ലത്തെ സ്ത്രീകൾ മണ്ണിലെ ചൂട് ആറുന്നതുവരെ വെള്ളമൊഴിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് മണ്ണാറിയ ശാല എന്നും പിൽക്കാലത്ത് മണ്ണാറശാല എന്ന പേരും ലഭിച്ചു. അഗ്നിബാധയാൽ മുറിവുകൾ ഉണ്ടായ സർപ്പങ്ങളെ ഇല്ലത്തുണ്ടായിരുന്ന വാസുദേവൻ ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾ പരിചരിച്ച് സുഖപ്പെടുത്തി. പുത്രസൗഭാഗ്യമില്ലാതിരുന്ന അവർക്ക് നാഗരാജാവിൻ്റെ അനുഗ്രഹത്താൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചു. 5 തലയുള്ള ഒരു സർപ്പക്കുഞ്ഞും ഒരു മനുഷ്യക്കുഞ്ഞും. ബാല്യകാലം പിന്നിട്ടതോടുകൂടി സർപ്പക്കുഞ്ഞിൻ്റെ പ്രഭാവം ദിനംതോറും വർദ്ധിച്ചു വന്നു. തൻ്റെ അവതാരധർമ്മം നിറവേറ്റിയതിനു ശേഷം നാഗരാജാവ് ഇല്ലത്തുള്ള നിലവറയിൽ തപസമാധിയിൽ മുഴുകി. തൻ്റെ മകൻ നിലവറ പൂകിയപ്പോൾ ഉണ്ടായ മനോവേദന അമ്മ നാഗരാജാവിനെ അറിയിക്കുകയും വർഷത്തിലൊരിക്കൽ അമ്മയ്ക്ക് മാത്രം ദർശനം നൽകാമെന്ന് നാഗരാജാവ് തിരികെ വരം നൽകുകയും ചെയ്തു. കൂടാതെ അന്നത്തെ ദിവസം അമ്മ നൽകുന്ന പൂജാതി കർമ്മങ്ങൾ സ്വീകരിക്കാമെന്ന വാക്കും നൽകി. ശിവരാത്രിയുടെ പിറ്റേന്നാണ് ഈ ദിവസം. ചിരഞ്ജീവിയായി ഇന്നും വാഴുന്ന ഈ നാഗരാജാവ് സ്വൈര്യവിഹാരം നടത്തുന്ന വനമാണ് അപ്പുപ്പൻ കാവ്. അന്ന് ആ അമ്മയ്ക്ക് മകൻ അനുവദിച്ചു നൽകിയ പൂജ ചെയ്യുവാനുള്ള അധികാരമാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇവിടുത്തെ പൂജാകർമ്മിയായ അമ്മയെ വല്യമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഉരുളി കമിഴ്ത്തുന്നതും നൂറുംപാലും. സർപ്പദോഷം മാറ്റുന്നതിനും സർവ്വ ഐശ്വര്യത്തിനും നൂറുംപാലും നടത്തുമ്പോൾ സന്താനലബ്ധിക്കായി ദമ്പതിമാർ നടത്തുന്ന വഴിപാടാണ് ഉരുളി കമിഴ്ത്തൽ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും മണ്ണാർശാലയെ വേറിട്ടതാക്കുന്നതിന് ഉരുളി കമിഴ്ത്തലിന് വലിയ പങ്കുണ്ട്. സന്താനലബ്ധിക്കായി കമിഴ്ത്തിയ ഉരുളി ഫലപ്രാപ്തിക്ക് ശേഷം കുഞ്ഞുമായി വന്ന് നിവർത്തിയതിനു ശേഷമാണ് ഈ വഴിപാട് പൂർണ്ണമാകുന്നത്. ആയില്യം പൂജ, സർപ്പബലി, അമ്മ പൂജ, നാഗരാജ പൂജ എന്നിവയാണ് മറ്റു പൂജകൾ. നാഗദേവന് സമർപ്പിക്കുന്ന നൈവേദ്യങ്ങളിൽ പ്രധാനമാണ് ഉരുളിയപ്പവും പായസവും. കന്നിയിലെ ആയില്യമാണ് കേരളത്തിൽ നാഗരാജാവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതെങ്കിലും മണ്ണാർശാലയിൽ തുലാം മാസത്തെ ആയില്യത്തിനാണ് പ്രാധാന്യം. അതിനാൽ ആ ആയില്യത്തെ മണ്ണാർശാല ആയില്യം എന്ന് വിളിക്കുന്നു.
മണ്ണാർശാല നാഗരാജ ക്ഷേത്രം കേരളത്തിലെ ഒരു ക്ഷേത്രം മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും ദൈവിക ശക്തിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും ആഴത്തിൽ പ്രകടമാക്കുന്ന ഒരു ആത്മീയ ലോകമാണ്. ഇവിടെ കാലുവെക്കുന്ന നിമിഷം മുതൽ തന്നെ ഒരു സാധാരണ ആരാധനാലയത്തിലേക്ക് കടക്കുന്നതല്ല, മറിച്ച് മനുഷ്യൻ്റെ ബോധത്തെ തന്നെ മാറ്റുന്ന ഒരു ദൈവിക ഇടത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന അനുഭവം ഭക്തർക്കുണ്ടാകുന്നു. മണ്ണാർശാലയുടെ പ്രത്യേകത ഇവിടെ ആരാധിക്കപ്പെടുന്നത് ഒരൊറ്റ പ്രതിഷ്ഠയല്ല എന്നതാണ്. കാടിനകത്ത് ചിതറിക്കിടക്കുന്ന നൂറുകണക്കിന് നാഗശിലകൾ, വള്ളികളും വേരുകളും മൂടിയ കല്ലുകൾ, നാഗങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ദൈവിക ശക്തികളാണെന്ന വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. ഇവിടെ നാഗങ്ങൾ വെറും സർപ്പങ്ങളല്ല, ഭൂമിയുടെ അടിയന്തര ശക്തി, ജലസ്രോതസ്സുകളുടെ സംരക്ഷകർ, കൃഷിയുടെ ജീവശക്തി, സന്താനത്തിൻ്റെ ദൈവിക കാരണങ്ങൾ, ഇവയെല്ലാം നാഗദൈവങ്ങളുടെ അധികാരപരിധിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.